ഓട്ടോക്കാരൻ്റെ സമയോചിതമായ ഇടപെടൽ മൂലം ഒരു പോക്കറ്റടിക്കാരിയെ ഇന്നലെ കോട്ടയത്ത് പിടിച്ചു. കോട്ടയം ജില്ലയിലെ ഏകദേശം 10 പോലീസ് സ്റ്റേഷനിലെ ഇതുപോലെ മോഷണം നടത്തി പിടിക്കപ്പെട്ട തിരുനെൽവേലിക്കാരി സ്വദേശിനി ജ്യോതി എന്ന 26-കാരിയാണ് കുടുങ്ങിയത്. ഓട്ടോക്കാരൻ പതിപോലെ കോട്ടയം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ ഓട്ടോ ഇട്ട് വെയിറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ അവിടെ വന്നിറങ്ങിയ ഒരു ബസ്സിൽ നിന്ന് ഒരു സ്ത്രീ ഇയാളുടെ ഓട്ടോയിൽ വന്ന് കയറി. എന്നിട്ട് മുന്നോട്ട് പോട്ടെ എന്ന് പെട്ടെന്ന് ധൃതിയോടെ പറഞ്ഞു. അതിനുശേഷം ചാലുകുന്നിലേക്ക് ഭാഗത്തേക്ക് പോകട്ടെ എന്നും പറഞ്ഞു. ഓട്ടോക്കാരനെ ഇവർ ധൃതി പിടിച്ച് ഓട്ടോയിൽ കയറിയതൊക്കെ വണ്ടി ഓടിക്കുന്നതിനിടയ്ക്ക് ഓട്ടോയുടെ ഗ്ലാസിൽ കൂടെ റിയർ വിഷൻ കാണാമല്ലോ, അത് കൂടെ നോക്കിയപ്പോൾ ഇവർ കയ്യിരിക്കുന്ന വലിയൊരു ബാഗുണ്ട്. ബാഗിൻ്റെ അകത്തിരുന്ന് ഒരു പേഴ്സ് എടുക്കുന്നു. പേഴ്സ് എടുത്തിട്ട് അതിൻ്റെ പണം അവർ മാറ്റുന്നു. അതിനുശേഷം ആ പേഴ്സ് ആ ഓട്ടോയുടെ അകത്ത് തന്നെ ഉപേക്ഷിച്ചു. ഇത് കണ്ടപ്പോൾ ഓട്ടോക്കാരന് സംശയം തോന്നി. പുള്ളിക്കാരനെ ഓട്ടോ അതിനടുത്ത ആളുള്ള സ്ഥലത്ത് കൊണ്ട് പെട്ടെന്ന് നിർത്തി നാട്ടുകാരുടെ വിവരം പറഞ്ഞ് ഇവരെ പിടിച്ചു. വിവരം അവർ കോട്ടയം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ അവിടുത്തെ ഓട്ടോ സ്റ്റാൻഡിലെ സുഹൃത്തുക്കളുടെ വിവരം പറഞ്ഞു. അവരൊരു എയ്ഡ് പോസ്റ്റ് ഉണ്ട്, അവിടെയും വിവരം അറിയിച്ചു. ഈ സന്ദർഭത്തിൽ അവിടെ തന്നെ തൻ്റെ ബാഗിൽ നിന്ന് തൻ്റെ പേഴ്സ് നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് രമണി എന്നൊരു സ്ത്രീയെ അവിടെ എത്തുകയും ചെയ്തു. വിവരം കിട്ടിയതോടെ തന്നെ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു. വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് സിവിൽ പോലീസും അതുപോലെ പിങ്ക് പോലീസും ഉടൻ തന്നെ ചാലുകുന്നിലെ ഭാഗത്തേക്ക് ചെന്നു. ഈ സ്ത്രീയെ അവർ അറസ്റ്റ് ചെയ്തു. തിരുനെൽവേലി സ്വദേശിനി ജ്യോതിയാണ്. ജ്യോതിയെ പലർക്കും അറിയാം. 8-10ഓളം കേസുകൾ കോട്ടയത്ത് തന്നെ ഉണ്ട്, മറ്റു പല സ്ഥലങ്ങളിലും ഉണ്ടാവാം. കോട്ടയം ഈസ്റ്റും വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ 8-10 കേസുകൾ തന്നെയുണ്ട്. എന്തായാലും ആ സ്ത്രീയുടെ കൈവശം ഉണ്ടായിരുന്ന പണം പോലീസ് എണ്ണി തിട്ടപ്പെടുത്തി. അത് അവിടെ പേഴ്സ് കാണാതെ പോയ ബസ്സിൽ സഞ്ചരിച്ച അവിടുത്തെ കഞ്ഞിക്കുഴി സ്വദേശിയായ വീട്ടമ്മ രമണി, അവരുടെ പൈസയാണ് 10,000 രൂപയോളം ഉണ്ടായിരുന്നു. ഏതായാലും അത് ഭാഗ്യത്തിന് കിട്ടി. അവർ ചിട്ടിക്ക് അടയ്ക്കാൻ കൊണ്ട് പൈസ സൂക്ഷിച്ചു വെച്ച പൈസയാണ് ഈ തിരുനെല്ലുകാരി ജ്യോതി തട്ടിക്കൊണ്ടുപോയത്. ഏതായാലും പോലീസ് ഉദ്യോഗസ്ഥൻ്റെ റെക്കഗ്നീഷന് ആ ഓട്ടോക്കാരന് ലഭിച്ചു. അദ്ദേഹത്തിന് മനോജ് എന്ന വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ SHO അഭിനന്ദിച്ചു, ഒരു മെമ്മൻറ്റോ കൈമാറി. ഓട്ടോക്കാരൻ്റെ സത്യസന്ധതയിൽ അവരെല്ലാവരും അദ്ദേഹത്തിനെ അഭിനന്ദിക്കുകയും ചെയ്തു. കാരണം വളരെ അധികം ബുദ്ധിയും നിരീക്ഷണപാഠവും ഉള്ള ഒരു ഓട്ടോക്കാരൻ തന്നെയാണ്. അവരുടെ ഓട്ടോയിൽ കയറിയപ്പം തന്നെ അവരുടെ ഭാവങ്ങളും പെരുമാറ്റങ്ങളും വളരെ ധൃതിയിലാണ്. എന്താണ് ഇത്ര ധൃതി? അവർ ഓട്ടോ മുന്നോട്ടെന്നാണ് തുടക്കത്തിൽ പറഞ്ഞത്. എങ്ങോട്ടൊന്നും ലക്ഷ്യമില്ല, സ്ഥലം പറഞ്ഞില്ല. ഓട്ടോ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് ചാലുകുന്ന് ഭാഗത്തേക്ക് പോട്ടെ എന്ന്. സംശയം തോന്നിയുകൊണ്ടാണ് റിയർ വിഷൻ മിററിൽ കൂടെ, കണ്ണാടി കൂടെ പുള്ളിക്കാരൻ നോക്കി ഇവരെ ശ്രദ്ധിച്ചത്. അന്നേരം ആരെങ്കിലും തൻ്റെ പേഴ്സ് തൻ്റെ ബാഗിൽ നിന്ന് അല്ലെങ്കിൽ തൻ്റെ കയ്യിലിരിക്കുന്ന വലിയ ബാഗിൽ നിന്ന് പേഴ്സ് എടുത്തിട്ട് പൈസ എടുത്ത് മാറ്റിയിട്ട് പേഴ്സ് ആ ഓട്ടോയിൽ തന്നെ ഉപേക്ഷിക്കുന്ന കണ്ടപ്പോൾ സംശയം തന്നെയായി. അങ്ങനെയാണ് പിടിക്കപ്പെട്ടത്. ഏതായാലും നിരീക്ഷണ പാഠവും ആ ഓട്ടോക്കാരന് കൃത്യമായിട്ടുണ്ട്. നല്ല ബുദ്ധിയുള്ളതാണ്, സത്യസന്ധനാണ്. അതുകൊണ്ടാണ് 10,000 രൂപ വേണമെങ്കിൽ അയാൾക്ക് ഷെയർ ചെയ്യാമായിരുന്നു. ആ സ്ത്രീ പറഞ്ഞ് നിന്നെ വിടത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുഴുവൻ പൈസ ചിലപ്പം കൊടുക്കും, ചിലപ്പം പകുതിയെങ്കിലും കൊടുക്കും. കാരണം കേസിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ. ഈ തിരുനെല്ലുകാരി ജ്യോതിയെ ഇയാൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ കള്ളിയാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് ആ നിരീക്ഷണം നടത്തിയത് കൊണ്ട് നാട്ടുകാരെ കൂട്ടിപ്പിടിച്ച് അവരെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു. സുദീർഘമായ സേവനം തന്നെയാണ് ഓട്ടോറിക്ഷക്കാരൻ നടത്തിയത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.